അതിന് വലിയൊരു നഷ്ടം വരും. പുണ്യനബി മരണപ്പെട്ടു പോകുമോ എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പേടിച്ചു. തങ്ങൾ പറഞ്ഞു, സ്വദഖത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ഉമറേ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ആ ഒരു സംഭവത്തിന് ശേഷം ദുൽഹിജ്ജ കഴിഞ്ഞപ്പോൾ പിന്നെ മുഹറം, സഫർ, റബീഉൽ അവ്വലിൽ പുണ്യനബി ലോകത്തോട് ഇവിടെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അന അമനതുൽ ലി അസ്ഹാബി, എൻ്റെ സ്വഹാബിമാർക്ക് ഞാൻ അഭയമാണ്, ഞാൻ അഭയമാണ്. ഫഇദാ ദഹബ്ത്, ഞാൻ പോയാൽ അതാ അസ്ഹാബി മാ യുഅദൂൻ, എൻ്റെ സ്വഹാബിമാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരും എന്ന് പുണ്യനബി പറഞ്ഞിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പറഞ്ഞതുപോലെ സംഭവിച്ചു. പിന്നെ പ്രതിസന്ധികളുടെ കാലമാണ്. പരീക്ഷണങ്ങളിലൂടെയാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ കടന്നു പോകുന്നത്. മഹാനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരെ പഠിപ്പിച്ചു പോയൊരു വിഷയമുണ്ട്. ഞാൻ ഇവിടുന്ന് യാത്ര പറഞ്ഞു പോയാലും, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും, വലാകിൻ കൂനൂ റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബിന്റെ ആളുകളായി ജീവിക്കണമേ. നമ്മളിന്ന് ട്രെൻഡിന്റെ പിന്നാലെയാണ്, ട്രെൻഡുകളാണ്. നമ്മുടെ കുട്ടികളുടെ ഹെയർ സ്റ്റൈലുകൾ, അവരുടെ ഡ്രസ്സിങ്, അവരുടെ പെരുമാറ്റം, അവര് കറങ്ങുന്നത്, അവര് ഇടപെടുന്നത്, ഇതിലൊക്കെ എന്തൊക്കെയോ, അതിലൊക്കെ ഒരു അഭിമാനം കാണുകയാണ്. അവിടുത്തെ കാണുന്ന ഡ്രസ്സ് എടുത്ത് നടക്കുമ്പോൾ അവർ അഭിമാനം കാണുകയാണ് നമ്മുടെ മക്കള്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാകിൻ കൂനൂ റബ്ബാനിയീൻ, തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല ഈ ലോകം, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാകണേ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഹുമുല്ലദീന യുറബ്ബൂന അന്നാസ ബിസ്ഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി, ജനങ്ങൾക്ക് വലിയ വലിയ ഇൽമ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഇൽമ അവർക്ക് നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് സംസ്കാരവും അറിവും നൽകുന്നവരാണ് റബ്ബാനികളായവർ. നമ്മുടെ കൊച്ചുമക്കൾക്ക് നമ്മൾ ദീൻ പറഞ്ഞു കൊടുക്കുന്നത് നിർത്തിക്കളയരുത്. അവരോട് നമ്മൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും അംബിയാഇന്റെയും ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത് നിർത്തല്ലേ. നമ്മുടെ ഉമ്മമാരത് പറഞ്ഞു കൊടുക്കണം. മക്കൾക്ക് താരാട്ട് പാടുമ്പോൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വാക്കുകൾ അതിലൂടെയെങ്കിലും നമ്മുടെ മക്കൾ കേൾക്കട്ടെ. അംബിയാഇന്റെ ചരിത്രം അവർ അറിയട്ടെ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ മനോഹരമായ അഹ്സനുൽ ഖസസ് നമ്മുടെ മക്കൾക്ക് അറിയണം. നമ്മുടെ കുട്ടികൾക്ക് നല്ല കഥകൾ, ചരിത്രങ്ങളിലെ എത്ര മനോഹരമായ ചരിതങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊടുത്തിട്ടെങ്കിലും നമ്മുടെ മക്കൾക്ക് ഒരു ബെഡ് ടൈം സ്റ്റോറി, കടന്നുറങ്ങുമ്പോൾ ഒരു കഥ വായിക്കുക എന്ന സംസ്കാരമുണ്ട് യൂറോപ്യർക്ക്. ഒരു പുസ്തകം വായിച്ചിട്ട് ഉറങ്ങാൻ ബെഡ് ടൈം സ്റ്റോറീസ് എന്ന് പറയും. ഉമ്മമാരിങ്ങനെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക. ആ സ്റ്റോറി കഴിഞ്ഞ മോനെ, സ്റ്റോറി കഴിഞ്ഞു, ഇനി മോ ഉറങ്ങിക്കോ. നമുക്ക് അങ്ങനെ നേരല്ല. കുട്ടി എവിടെയോ പോയി കട്ടിലിന്റെ അടിയിൽ പോയി ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോണിമേരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. മക്കളെ ഉറക്കുന്ന ഒരു ശൈലിയുണ്ട്. മക്കൾക്ക് ഉറങ്ങാൻ സമയമായാൽ, അല്ലെങ്കിൽ മഗ്രിബായി കഴിഞ്ഞാൽ, ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ മഗ്രിബായി കഴിഞ്ഞ് ഇശാഇന്റെ മുമ്പ് തന്നെ ചിലപ്പോൾ ഉറങ്ങിയെന്ന് വരും. ചെറിയ കൊച്ചുമക്കൾ ഒരു കുഴപ്പമില്ല. നിസ്കരിക്കാനായ മക്കൾ ഇശാ നിസ്കരിക്കുന്നു, പിന്നെ അവർ കിടക്കുകയാണ്. ആ കിടക്കാൻ പോകുന്ന നേരത്തെ 2 3 മക്കളൊക്കെ കൂടുണ്ട്. മക്കളൊക്കെ കിടക്കുമ്പോ ഒരല്പനേരം ലൈറ്റിട്ട് വെച്ചിട്ട് ഉമ്മയുടെ വക ഒരു ചരിത്രം, ഒരു നബിയുടെ, ഒരു സുഹാബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ? ആ കഥ പറഞ്ഞു കൊടുക്കുന്നത്, ഇംഗ്ലീഷുകാരെ കഥ വായിച്ചു കൊടുക്കും. അവര് ടോം ആൻഡ് ജെറിയുടെ കഥയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിക്ഷനുകളോ ചരിത്രങ്ങളോ സംഭവങ്ങളോ കടങ്കഥകളോ നോവലുകളോ ഒക്കെ മക്കൾക്ക് വായിച്ചു കൊടുക്കും. അപ്പൊ പറയും, 3 പേജ് വായിച്ചിട്ടാണ് ഉറങ്ങുക. അപ്പൊ 4 പേജസ് ആകുമ്പോൾ ഉമ്മ പറയും, ടൈം ഈസ് അപ്പ്, ഗോ ടു സ്ലീപ്പ്, ഉറങ്ങിക്കോളൂ എന്ന് പറയും. ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കും. അവർക്ക് മുഖത്ത് ഉമ്മ കൊടുക്കും. എന്നിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി വരിക, കുട്ടികളെ ഉറക്കിയിട്ട് വരിക. നമുക്ക് അങ്ങനെ ഒന്നൊരു ഉറക്കറിയില്ല. കുട്ടികൾ എങ്ങനെയോ ഉറങ്ങുന്നു, അവരെങ്ങനെയോ എണീറ്റ് പോരുന്നു. നമ്മുടെ മക്കളെ നമ്മൾ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് ശീലിപ്പിക്കണം. ഇസ്ലാമിന്റെ ദീനിന്റെ കഥകൾ എത്ര പറയാനുണ്ട് നമുക്ക്. കൂനൂ റബ്ബാനീൻ, നിങ്ങൾ റബ്ബാനികളായി മാറണം. ആരാണ് റബ്ബാനികൾ എന്ന് പറയുന്നത്? ഹുമുല്ലദീന യുറബ്ബൂന അന്നാസ ബിസ്ഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി, വലിയ അറിവൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ചെറിയ അറിവുകൾ നമ്മുടെ മക്കൾക്ക് അറിയണം, ചെറിയ ബേസിക്കുകൾ അറിയണം. അത് പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ് റബ്ബെന്ന് പറയുന്നത്. അല്ലാഹുവിലേക്ക് ചേർത്തി പറയുന്നതാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ ആളുകളാകണമേ. ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ,
അള്ളാഹുവിന്റെ സംസ്കാരമാണ് യഥാർത്ഥ സംസ്കാരം, മനുഷ്യനുണ്ടാക്കുന്നതല്ല. പ്ലാറ്റോയുടെയോ അരിസ്റ്റോട്ടിലിന്റെയോ തത്വചിന്തകന്മാരുടെയോ യുക്തിവാദികളുടെയോ സംസ്കാരത്തിനപ്പുറം ഈ ലോകത്തിന്റെ സൃഷ്ടാവ് നൽകുന്ന സംസ്കാരത്തെ കവച്ചു വെക്കാൻ അവകളെ കൊണ്ടാകുമോ? പടച്ചതമ്പുരാന്റെ സംസ്കൃതിക്ക് തുലനം ചെയ്യാൻ പറ്റുമോ മനുഷ്യന്റേത്? മനുഷ്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം പറയുന്നത്, പക്ഷെ ശരിയായിരിക്കാം. പക്ഷെ അള്ളാഹുവിൻ്റെത് ഹക്ക് മാത്രമാണ്, മുത്ലഖായ ഹക്കാണ്, പരമമായ സത്യമാണ്. ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ സംസ്കാരം നമ്മുടെ മക്കളിൽ, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട സമയമായിട്ടുണ്ട്. ഇത് പുണ്യ നബിയാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. അള്ളാഹു നൽകുന്ന അറിവല്ലാതെ, അള്ളാഹുവിന്റെ വഹ്യല്ലാതെ നാവുകൊണ്ട് ഒന്നും സംസാരിക്കാത്ത സത്യം മാത്രം പറയുന്ന പുണ്യ നബിയാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിന്റെയും ഹബീബിന്റെയും വചനങ്ങൾ, അള്ളാഹുവിന്റെ ഖുർആനും ഹബീബിന്റെ തിരുസുന്നത്തുകളും, അതിൽ വരുന്നതിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അതിനോട് മുഖം തിരിക്കാനോ മുഅ്മിനായ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിക്ക് സാധ്യമല്ല, പറ്റുന്നതും അല്ല. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുനാഫിഖായ ഒരു മനുഷ്യൻ, ഈ മുഅ്മിനും മുനാഫിഖും തമ്മിൽ ചെറിയൊരു വ്യത്യാസം പറയാം. നമ്മൾ വിശ്വാസത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. المؤمن يلتمس للناس المعاذير والمنافق يلتمس للناس الزلات. സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ആൾക്കാർക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട, അവർക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞുതരാം, ഇത് വിശ്വാസികളോടാണ്, അല്ലാത്തൊരിതിലേക്കൊന്നും പറയണ്ട. വിശ്വാസിയായ ഒരു മനുഷ്യൻ വിശ്വാസിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ജനങ്ങളുടെ വീഴ്ചകൾക്ക് എന്തെങ്കിലും കാരണം കാണും എന്ന് വിചാരിച്ച് അവർക്ക് എക്സ്ക്യൂസുകൾ നോക്കുന്നവരാണ്. നേരെ മറിച്ച് കപടവിശ്വാസി എന്ന് പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുറവുണ്ടോ, ഒരു ന്യൂനതയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളാണ് കപടവിശ്വാസി. മുഅ്മിനായ മനുഷ്യൻ ഒരു മനുഷ്യന്റെ കുറവുകളുടെ പിന്നാലെയല്ല. ഒരു മനുഷ്യന് വീഴ്ച വരും, മനുഷ്യന്മാർക്ക് തെറ്റ് സംഭവിക്കൂലേ, ആ തെറ്റുകളുടെ പിന്നാലെയല്ല മുഅ്മിനായ മനുഷ്യൻ പോകുന്നത്. തെറ്റ് സംഭവിച്ചാൽ പോലും അത് ഇന്ന കാരണം കൊണ്ടായിരിക്കാം. ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് എക്സ്ക്യൂസുകൾ കാണുന്നവൻ വിശ്വാസി. കപടവിശ്വാസി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നന്മകൾ കാണാതെ ഒരു മനുഷ്യന്റെ കുറവ് നോക്കി നടക്കുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളിൽ ഒരു മനുഷ്യനെ നിസ്സാരപ്പെടുത്താൻ വല്ലാത്ത പ്രവണത, ഒരാളെ നാണം കെടുത്താൻ പ്രവണത കാണിക്കുക, അതിന് വല്ലാത്ത ഇൻട്രസ്റ്റ് ആണ്. ഒരു മനുഷ്യനെ നാണം കെടുത്താൻ എന്തെങ്കിലും വകുപ്പ് കിട്ടുന്നുണ്ടോ അത് അന്വേഷിച്ച് നടക്കുകയാണ്. ഇത് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവമല്ലേ? അത് കപടവിശ്വാസിയുടെ അടയാളമാണ്. ഈമാനിലേക്ക് കയറിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. നമ്മൾ തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്തവരാണോ? അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ തെറ്റുകളല്ല നോക്കി നടക്കേണ്ടത്. ജനങ്ങളുടെ തെറ്റുകൾക്ക് ഒരു പക്ഷേ ചില സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ആ വായിച്ചതിന്റെ എന്റെ വായനയുടെ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ എന്റെ പരിചയക്കുറവായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റേതെങ്കിലും ചില ചുറ്റുപാടുകളിൽ നിന്നായിരിക്കാം ആ മനുഷ്യനത് ചെയ്യുന്നത് പറയുന്നത് എന്ന് ചിന്തിക്കുന്ന ഉൾദുറ് നോക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അല്ലാത്തവർ കുറ്റമാണ് കാണുക. അവർ കുറ്റം മാത്രമേ കാണാൻ ആഗ്രഹമുള്ളൂ. ഒരു മനുഷ്യന്റെ കുഴപ്പം വല്ലതുണ്ടോ അത് മാത്രം നോക്കും, പിന്നെ പൊട്ടിച്ചു പോകും. ഇത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു സംഭവം നടക്കുന്നത് പറയട്ടെ. ദുൽഖുവൈസിറ എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞ ആളാണ്. എന്താ പറഞ്ഞെന്നറിയോ? ഒരു യുദ്ധമുതലുകൾ നിബിതങ്ങൾ ഓഹരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിബിതങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദ് നബിയെ നിങ്ങൾ നീതി പാലിക്കണം. യാ അല്ലാഹ്, പുണ്യ നബിയോട് പറയാ. അതിനർത്ഥം നബി ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അനീതിയാണെന്നല്ലേ ആ മനുഷ്യൻ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോട് ഇത് പറയാൻ പാടില്ല. ആ മനുഷ്യൻ കപടവിശ്വാസിയായിരുന്നു. ആ സമയത്ത് ചില സ്വഹാബിമാര് പറഞ്ഞു നബിയോട്, ഈ മനുഷ്യന്റെ കഴുത്ത് ഞാൻ വെട്ടിക്കോട്ടെയോ നബിയെ? അങ്ങയോട് അനാദരവ് പറയുകയോ? നീതി പഠിപ്പിക്കാൻ വന്ന ഹബീബായ നബി തങ്ങൾ, ഞാൻ നീതി ചെയ്തില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി ചെയ്യുക എന്ന് ചോദിച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് വളരെ വേദനയുണ്ടാക്കി.
ചില ആളുകൾ കൂടുതൽ അർഹരാണ് എന്ന് കാണുമ്പോൾ അവർക്ക് കുറച്ചേറെ നിബിധങ്ങൾ കൊടുക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അത്ര ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് അതിന് കണക്കാക്കി നിബിധങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ മനുഷ്യന് കുറച്ച് കൂടുതൽ യുദ്ധം മുതൽ വേണമെന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് എന്ന് പുണ്യ നബിയോട് നീതി പാലിക്കൂ മുഹമ്മദേ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനമില്ലാതെ പറഞ്ഞ മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി പറഞ്ഞു, നബിയേ ആ മനുഷ്യന്റെ കഴുത്ത് ഞാൻ എടുത്തോട്ടെ. എന്താ നിബിധങ്ങൾ കൊടുത്ത മറുപടി എന്ന് നോക്കൂ. ربما يكون يصلي അയാൾ നിസ്കരിക്കുന്ന ആളായിരിക്കാം. ഇല്ലണ്ടാ എന്ന് പറഞ്ഞു. ربما يكون يصلي അവൻ മുസ്ലിമായിരിക്കാം. ربما يكون يصلي. അപ്പോൾ സ്വഹാബിയുടെ മറുപടി رب مصل يقول بلسانه ما ليس في قلبه. എത്ര നിസ്കരിക്കുന്നവരുണ്ട് നാവ് കൊണ്ട് പറയുന്നു, പക്ഷേ മനസ്സുകൊണ്ട് വിശ്വാസമില്ല. ഷഹാദത്ത് പറഞ്ഞിട്ടുണ്ടാകാം ജനങ്ങളുടെ മുമ്പിൽ, പക്ഷെ അയാൾ ഉള്ളിൽ മുസ്ലിം ആവണമെന്നില്ലല്ലോ നബിയെ. ഇയാൾ എന്ത് നിസ്കരിച്ചിട്ട് എന്താണ് അങ്ങയോടല്ലേ ഈ വാക്ക് പറഞ്ഞത്? മുഹമ്മദേ നബിയെ നീതി പാലിക്കണമെന്ന് അങ്ങയോട് പറഞ്ഞ ഇയാൾ നിസ്കരിച്ചിട്ട് എന്താ കാര്യം നബിയെ? നിസ്കരിക്കുന്നവനായിരിക്കാം, അതുകൊണ്ട് അയാളെ തുടരുത് എന്ന് പുണ്യ നബി. സ്വഹാബി എന്ത് നിസ്കാരം നബിയെ? നാവ് കൊണ്ട് പറയുന്നത് മനസ്സുകൊണ്ട് ബോധിക്കാത്ത എത്ര നിസ്കാരക്കാര് കാണും? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു മറുപടി കൊടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നി ലം ഉമർ അൻ അശുഖ അനിസ് സുദൂർ. ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ അവരുടെ മനസ്സ് കീറി നോക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ല. അയാൾ പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ്, അയാൾക്ക് അവിടെ വിശ്വാസിയാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന് അറിയാം. പക്ഷേ നബിതങ്ങൾക്ക് അത് പറയാൻ കഴിയില്ല. പ്രത്യക്ഷത്തിൽ ഞാൻ മുസ്ലിമാണെന്ന് പറയുന്ന ഒരാൾ, ആ മനുഷ്യൻ നിസ്കരിക്കുന്ന ആളല്ലേ, അതയാൾ ഉപദ്രവിക്കരുത് എന്ന് നബി തങ്ങൾ പറയുമ്പോ എന്ത് നിസ്കാരം നബിയെ? നാവ് കൊണ്ട് വെറുതെ പറയുന്ന നിസ്കാരം കൊണ്ട് എന്ത് കാര്യമെന്ന് സ്വഹാബിയുടെ മറുപടി. അതിന് മറുപടിയാണ് പുണ്യ നബി പറയുന്നത്, ഇന്നി ലം ഉമർ അൻ അശുഖ അനിസ് സുദൂർ. ജനങ്ങളുടെ മനസ്സ് തുറന്നു നോക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ല. വലാ അൻ അഖ്ലിബ അനിൽ ഖുലൂബ്. ഹൃദയങ്ങൾ തിരിച്ചും മറിച്ചിട്ട് നോക്കാനൊന്നും അല്ലാഹു എന്നോട് പറഞ്ഞിട്ടില്ല. നോക്കണം, ജനങ്ങളെ പ്രത്യക്ഷമായി നിൽക്കുന്ന ഒരാളെ അയാൾ പ്രത്യക്ഷമായിട്ട് തന്നെയാ നമ്മൾ വിധി പറയാം. ഫാറൂഖ് തങ്ങൾ പറയുമായിരുന്നു റളിയല്ലാഹു തആല അൻഹു, ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നൽ വഹയ ഖദ് ഇൻഖത. വഹി മുറിഞ്ഞിരിക്കുകയാണ്. ഇനി ആകാശത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനുമായി വരാനില്ല. നബി തങ്ങളുടെ കാലശേഷം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം, ഇന്നൽ വഹയ ഖദ് ഇൻഖത ഫമൻ ളുഹറ ലനാ ഖൈറൻ അമ്മന്നാഹു വഖറബ്നാ ലൈസ ലനാ ഫീ സരീറതിഹി ഷൈഉൻ. ആരെങ്കിലും പ്രത്യക്ഷത്തിൽ നന്മ ചെയ്താൽ നമ്മൾ അത് നന്മയായി സ്വീകരിക്കും. പ്രത്യക്ഷത്തിൽ തിന്മയാണോ അത് തിന്മയായിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കാരണം ഒരു മനുഷ്യന്റെ രഹസ്യം അല്ലാഹുവിനെ അറിയുകയുള്ളൂ, നമുക്കറിയുകയില്ല. ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റായിരിക്കാം, തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ നല്ല നിയ്യത്താണെന്ന് വിചാരിക്കുക. പക്ഷേ തെറ്റായിട്ടേ നമുക്ക് കാണാൻ കഴിയൂ, നന്മയായിട്ടേ നമുക്ക് കാണാൻ കഴിയൂ. അയാളുടെ നിയ്യത്ത് മറ്റൊന്നായിരിക്കാം, നമ്മളത് നോക്കുകയില്ല. ഒരാൾ നിസ്കരിക്കുന്നില്ല എന്ന് വിചാരിക്കുക, നിസ്കരിക്കുന്നില്ല, അത് ദീനിൽ അത് വലിയൊരു ഗുരുതരമായ തെറ്റാണ്. നിസ്കാരം ഒഴിവാക്കിയിട്ടൊന്നും ഒരു നിലക്കും അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റൂല. അത് പറ്റുമെങ്കിൽ ആര് ചെയ്യും? പുണ്യ നബി ചെയ്യും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെയാ കാണുന്നത്. ദീനിൽ അങ്ങനെ വിധി തങ്ങൾ പറയാം, നമുക്ക് അങ്ങനെ വിധി പറയാൻ പറ്റും. നിസ്കരിക്കാത്ത ഒരാൾ, നിസ്കരിക്കാത്ത ആളാണ്. ഒരുപക്ഷെ ആള് ചിലപ്പോ ഞാൻ എപ്പോഴും നിസ്കരിക്കുന്നുണ്ട് എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടാകാം, പറയുന്നുണ്ടാകാം, വാദിക്കുന്നുണ്ടാകാം. പക്ഷെ ശരീഅത്തിന്റെ നിയമത്തിൽ അങ്ങനെ വിധി പറയാം. ഫിഖ് അങ്ങനെയാണ്. രഹസ്യം അല്ലാഹുവിനറിയാം. രഹസ്യത്തിൽ ഒരുപക്ഷെ നടക്കുന്നത് അല്ലാഹുവാണ് അതിന് വിധി പറയാ. നമ്മൾ പ്രത്യക്ഷം നോക്കിയിട്ടാണ് വിധി പറയുക. എന്നിട്ട് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാമിന്റെ ഒരു വാക്ക് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടത് അവർ ഉദ്ധരിക്കുകയാണ്. ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർക്കാതെ വെറുതെ വർത്തമാനം കുറെ പറയരുത്. ഫഇന്ന കസറത്തൽ കലാമി ബിഗൈരി ദിക്രില്ലാഹി ഖസ്വത്തുൽ ലിൽ ഖൽബ്. അല്ലാഹുവിനെ ഓർക്കാതെ വെറുതെ കുറെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് ഹൃദയം കടുത്തു പോകാൻ കാരണമാകും. നമ്മൾ ആലോചിച്ച് നോക്കുക, വെറുതെ സ്വറ പറഞ്ഞിരിക്കാൻ തീരുമാനിക്കുക, അതിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മളൊന്നും പറയുന്നില്ല.
എന്തൊക്കെയോ കഥകൾ പറഞ്ഞിരിക്കുകയാണ്. നേരം വെളുക്കോളം കഥ പറഞ്ഞ് സുബഹി നിസ്കരിച്ചിട്ട് പോയി കിടന്നുറങ്ങി എന്ന് വിചാരിക്കുക. പിറ്റേന്ന് രാവിലെ ഹൃദയത്തിന് സന്തോഷമൊന്നും ഉണ്ടാവില്ല. എന്തേ? അല്ലാഹുവിനെ ഓർക്കാതെ ഒരുപാട് വർത്തമാനം പറയുന്നത് ഹൃദയത്തിന് കാഠിന്യം വർദ്ധിപ്പിക്കും. ഹൃദയം കടുത്തുപോയാൽ നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകന്നു പോകും. ഇനി പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈസ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത് വലാ തൻദുറൂ ഫീ ദുനൂബിൻ നാസി കഅന്നകും അർബാബ്. ജനങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ നോക്കി നടക്കണ്ട. നിങ്ങൾ അവരുടെ അർബാക്കന്മാരെ പോലെ, നിങ്ങൾ അവരുടെ അർബാബുകളാണെന്ന പോലെ, നിങ്ങളാണ് അവരുടെ ഉത്തരവാദികൾ എന്ന പോലെ ജനങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ നോക്കണ്ട. വലാകിൻ ഉൻദുറൂ ഫീഹാ കഅന്നകും അബീദ്. നിങ്ങൾ അവരെ പോലെ അടിമകളാണ് എന്ന ബോധത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ അവരുടെ യജമാനന്മാരാണ് എന്ന വിധേന നിങ്ങൾ ജനങ്ങളെ തെറ്റുകൾ നോക്കണ്ട. നിങ്ങൾ അവരെ പോലെ അടിമകളാണ്. നിങ്ങൾ രണ്ടുപേർക്കും ഉടമസ്ഥൻ മറ്റൊരാളാണ് എന്ന ബോധത്തിലാണ് നിങ്ങൾ നോക്കേണ്ടത്. ജനങ്ങൾ രണ്ട് വിധമാണ്, ആണായാലും പെണ്ണായാലും. മുബ്തലൻ വ മുആഫാ. ചില ആളുകൾ തെറ്റുകളിൽ പരീക്ഷിക്കപ്പെടുന്നവരാണ്, അവർ തെറ്റുകൾ ചെയ്താ നടക്കുന്നത്. വ മുആഫാ. ചില ആളുകൾക്ക് ഒരു കുഴപ്പവുമില്ല, അവർ നല്ല റാഹത്തിൽ ജീവിക്കുകയാണ്. ഫർഹമു അഹ്ലൽ ബലാ. അതുകൊണ്ട് ബലായിൽ കിടക്കുന്ന ആളുകളോട് റഹ്മത്ത് തോന്നണം. തെറ്റുകൾ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മയക്കുമരുന്നിന് അടിമയാണ്, മദ്യപാനിയാണ്, വ്യഭിചാരിയാണെന്നറിയുമ്പോ ഒരു കിണറ്റിൽ കുടുങ്ങിയ ഒരു മനുഷ്യനോട് നമ്മൾക്ക് തോന്നുന്ന സഹതാപം പോലെ ഒരു തെറ്റ് ചെയ്യുന്ന ആളോട്, ആണിനോട് പെണ്ണിനോട് സഹതാപവും വേണം. അത് പ്രാർത്ഥനയായി മാറണം. തെറ്റുകളൊന്നുമില്ലാതെ നല്ല നിലക്ക് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നൽകുന്ന ഈ ആഫിയത്തിന് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി ചെയ്യണം എന്ന് മഹാനായ ഈസ നബി അലൈഹിസ്സലാം. എത്ര നല്ല പാഠമാണത്. തെറ്റ് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന, ഒരുപക്ഷെ അവര് ആ തെറ്റൊക്കെ കഴിഞ്ഞ് അവർ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് നല്ലവരായി മാറിയേക്കാം. ഈ ഉഷാറാന്ന് വിചാരിക്കുന്ന നമ്മൾ ഏതെങ്കിലും ഒരു യുക്തിവാദിന്റെ ക്ലിപ്പും കേട്ട് തലതിരിഞ്ഞു പോയേക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചുകൂടെ? ولو نشاء لأريناكهم فلعرفتهم بسيماهم ولتعرفنهم في لحن القول. يا الله. ശുദ്ധമായ ഖുർആൻ മുനാഫിഖുകളെ സംബന്ധിച്ച് പറഞ്ഞു നബിയോട്, വലൗ നശാഉ ലഅറൈനാകഹും. നബിയെ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ നാം അങ്ങേക്ക് കാണിച്ചു തരും. ആരാണെന്ന് ശരിക്കങ്ങ് കാണിച്ചു തരും. ഫലഅറഫ്തഹും ബിസീമാഹും. ആരുടെയൊക്കെ ഖൽബിനുള്ളിൽ ഈമാൻ ഇല്ല എന്ന് നബിയെ അവരുടെ മുഖത്തെ ലക്ഷണം നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയും. അവരുടെ വാക്ക് ഇടർച്ച വരുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്ന സ്വഹാബി ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക് വന്നു. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നു. ആരാണ് ഈ സ്വഹാബി എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടക്കുന്ന സ്വഹാബിമാരുടെ കൂടെ നടക്കുന്ന ആളുകളിൽ ആരൊക്കെയാണ് കപടവിശ്വാസികളെന്ന് കൃത്യമായ പേര്, അവരുടെ വാപ്പയുടെ പേര്, അവരുടെ തറവാടിന്റെ പേരടക്കം നൂറുകണക്കിന് ആളുകളുടെ പേര് വിവരം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത സ്വഹാബിയാണ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ആ ഒരു വിവരം നബി തങ്ങൾ വേറെ ഒരു സ്വഹാബിക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആരാണ് മുനാഫിഖ്? അല്ലാഹുവിന്റെ റസൂലിനെ അറിയാം. നമുക്ക് ആരെ പറ്റി മുനാഫിഖ് എന്ന് പറയാൻ പാടില്ലേ? നമുക്ക് മുനാഫിഖ് എന്ന് പറയാൻ അവകാശമല്ല. എന്തേ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഖൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന വിഷയമല്ലേ, നമുക്ക് ഖൽബ് നോക്കാൻ കഴിയില്ലല്ലോ. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്ത് ആര് വരുന്നു? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് കാര്യം പറയുന്നു. ഹുദൈഫ, നാശത്തുകല്ലാഹ യാ ഹുദൈഫ. ഹുദൈഫ, അല്ലാഹനെ വിചാരിച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഹുദൈഫ. അള്ളാഹനെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ പറയണമെന്നാണ്. അള്ളാഹനെ വിചാരിച്ചെന്ന് തരണേന്ന് ചോദിച്ചാൽ കൊടുക്കണമെന്നാണ്. അത് നമ്മുടെ നിയമം. ഒരു പക്ഷേ ആ ചോദിക്കുന്ന ആളുടെ അവസ്ഥ എന്താ നമുക്ക് അറിഞ്ഞോളന്നില്ല. പക്ഷെ പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ല. അള്ളാഹനെ വിചാരിച്ച് സഹായിക്കണേ എന്ന് പറഞ്ഞ് സഹായിക്കണം എന്നാണ്. പറ്റുമെങ്കിൽ സഹായിക്കുക, ഇല്ലെങ്കിൽ നല്ല വാക്കെങ്കിലും പറയാം. ഇവിടെ പറയുന്ന വിഷയം എന്താണെന്നറിയോ? അല്ലാഹുവിനെ വിചാരിച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ആരോടാ ചോദിക്കണത്? മുനാഫിക്കുകളുടെ ലിസ്റ്റ് കയ്യിൽ കിട്ടിയ സ്വഹാബിയോട്. അസമ്മാനി ലക റസൂലുള്ളാഹ്,
മുനാഫിക്കുകളുടെ കപടവിശ്വാസികളുടെ പേര് തന്ന കൂട്ടത്തിൽ ഉമറിന്റെ പേരുണ്ടോ ഹുദൈഫ? അള്ളാഹനെ വിചാരിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, എന്റെ പേരതിലുണ്ടോ? ആരായി ചോദിക്കണത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ നിസ്കരിച്ചൊരു ഉംറ ഒരു ഹജ്ജൊക്കെ ചെയ്താൽ പിന്നെ നമ്മൾ സമാധാനിച്ചിരിക്കുകയാണ്. ആരാണ് ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് അശറത്തുൽ മുബശ്ശരീങ്ങളുടെ കൂട്ടത്തിൽ നബി തങ്ങൾ പേരെടുത്തു പറഞ്ഞ, മറ്റു പല തവണകളിലും സ്വർഗത്തിലാണെന്ന് പറഞ്ഞ സ്വർഗത്തിലെ ഉമറിന്റെ കൊട്ടാരം ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ആ കൊട്ടാരത്തിന്റെ മുന്നിൽ ഒരു സുന്ദരിയായ പെണ്ണ് നിൽക്കുന്നതും ഞാൻ കണ്ടു. ആ കൊട്ടാരത്തിന്റെ മഹാവാതിൽ ഞാൻ കണ്ടു. അതിനുള്ളിലേക്കൊന്ന് കയറി ചെന്നാലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാഭിമാനം എനിക്ക് ഓർമ്മ വന്നു. എന്നോട് ദേഷ്യം വരുമോ എന്ന് വിചാരിച്ച് ഞാൻ അതിലേക്ക് കയറി നോക്കിയില്ല എന്ന് പുണ്യനബി പറഞ്ഞപ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, നബിയേ അലൈക അഗാറു യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുമോ നബിയേ? അങ്ങേക്കൊന്ന് കയറി നോക്കിക്കൂടായിരുന്നോ? മിഅ്റാജിന്റെ രാവിൽ ആ ഫാറൂഖ് തങ്ങളാണ് ഹബീബിന്റെ വഫാത്തിന് ശേഷം ഈ ചോദ്യം ചോദിക്കുന്നത്. ഹുദൈഫ നാശത്തുകല്ലാഹ യാ ഹുദൈഫ അസമ്മാനി ലക റസൂലുള്ളാഹ്, എന്റെ പേര് ഹുദൈഫ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് പറഞ്ഞ കൂട്ടത്തിലുണ്ടോ? അപ്പൊ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, അള്ളാഹനെ വിചാരിച്ച് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം, ലാ, ഇല്ല ഉമറേ, നിങ്ങളുടെ പേരതിലില്ല. ഇനി ആരും എന്നോട് ചോദിക്കാൻ വരരുത്. വലാ ഉസക്കി ബഅദക അഹദാ, ഇനി ആരുമില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. ആരും എന്നോട് ചോദിച്ചു വരരുത് ഉമറേ, ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളുടെ പേരതിലില്ല. നോക്കണം, ഈ ഒരു ബോധം മുഅ്മിനായ മനുഷ്യന്റെ ഉള്ളിൽ വേണം. എന്റെ ഈമാൻ പരിപൂർണമാണോ എന്ന് ചിന്തിക്കുന്നത് ഈമാനിന്റെ അടയാളമാണ്. ഈമാനെ കുറിച്ചൊരു ബോധം, എന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നത് നിസ്കാരം സ്വീകരിക്കാൻ കാരണമാണ്. ഞാനൊക്കെ ഒരു ശരിയായ മുഅ്മിനാണോ പടച്ചവനെ, എന്റെ ഈമാനിൽ തകരാറുകൾ വന്നിരിക്കാമോ എന്ന് ഭയപ്പെടുന്നത് മുഅ്മിനിന്റെ അടയാളമാണ്. നേരെമറിച്ച് ഒന്നും ചിന്തിക്കാതെ എന്റെ കാര്യമൊക്കെ ഓക്കെയാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് മുനാഫിഖിന്റെ അടയാളമാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ, സത്യമാർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിൽ, സുന്നത്തിന്റെ മാർഗത്തിലാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. വഇൻ തുതി അക്തറ മൻ ഫിൽ അർളി യുദില്ലൂക അൻ സബീലില്ലാഹ്, ലോകത്തെ ഒരുപാട് ആളുകൾ ചെയ്യുന്നത് അത് നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് വഴിതെറ്റിപ്പോകും. എത്ര മനോഹരമായ ആയത്താണത്. വഇൻ തുതി അക്തറ മൻ ഫിൽ അർള്, ലോകത്തെ ഏറ്റവും വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ നോക്കുമ്പോൾ അവരൊന്നും ദീനിന്റെ ഇത്തിബാ ചെയ്യുന്നവരല്ല, അവരൊന്നും അല്ലാഹുവിനെ അംഗീകരിക്കുന്നവർ പോലുമല്ല. ലോകത്തെ ബഹുഭൂരിപക്ഷം ആളുകൾ ഞാൻ അവരെ പോലാവുകയാണ്, ഞാൻ ഭൂരിപക്ഷത്തിന്റെ കൂടെയാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ മതത്തിന്റെ വിഷയത്തിൽ യുദില്ലൂക അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വഴിതെറ്റി പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. യാ അല്ലാഹ്, അതുകൊണ്ട് സത്യത്തിന് എന്നും 17 എന്ന് പറയുന്ന പോലെ അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുകയാണ് നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. ആ സ്വഭാവ ഗുണങ്ങളിൽ ചിലത് നമുക്ക് പ്രാർത്ഥനയിലൂടെ കൊണ്ടുവരാൻ കഴിയും, ചിലത് അള്ളാഹു നമുക്ക് ജന്മന നൽകിയതുണ്ടാകും. ഞാൻ ഹദീസിലൂടെ പറയാം. അശജ്ജ് ബിൻ അബ്ദ് ഖൈസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നപ്പോ അദ്ദേഹം കുളിച്ച് നല്ല പുതിയ വസ്ത്രം ധരിച്ച് അത്ര പുരട്ടി ഹബീബിന്റെ മജ്ലിസിലേക്ക് വരിക. കൂടെ യാത്ര ചെയ്തു വന്ന ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ മുഷിഞ്ഞ് പല്ല് തേക്കാതെ കുളിക്കാതെ അങ്ങനെ ഓടി വന്നതാണ്. സ്വന്തം വഫദ് വന്നപ്പോ, നിവേദക സംഘം മദീനയിൽ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഞാൻ ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രവുമായി പോകുന്നില്ല, ഞാൻ ഒന്ന് കുളിക്കട്ടെ. അദ്ദേഹം പോയി കുളിച്ചു, പുതിയ വസ്ത്രമൊക്കെ മാറി അത്രക്കെ പൂശി നല്ലൊരു ജെന്റിൽമാനായി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരിക. തങ്ങളത് കാണുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അശജ്ജ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അശജ്ജ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹു വറസൂലുഹു. അശജ്ജേ, നിങ്ങളിൽ 2 സ്വഭാവമുണ്ട്, ആ 2 സ്വഭാവവും അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമാണ്. എന്നിട്ട് പറഞ്ഞു, അൽ ഹിൽമു വൽ അനാഹ്. ഹിൽമ്, അനാത്ത്.
ഹിൽം എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് ആലോചിച്ച് ഒരു കാര്യം ചെയ്യാം, വളരെ അവധാനതയിൽ ഏത് കാര്യവും ധൈര്യത്തോടുകൂടെ എന്നാൽ ചിന്തിച്ചു ചെയ്യാം, അതിനാണ് ഹിൽം എന്ന് പറയാ. പിന്നെ പറഞ്ഞു വൽ അനാ, ചെയ്യുന്ന കാര്യം മുമ്പും പിമ്പും നോക്കാതെ നിങ്ങൾ ചെയ്യില്ല, അത് സാവകാശം വളരെ അവധാനതയോടുകൂടെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളൊക്കെ ഓടി വന്നില്ലേ, അദ്ദേഹം ഓടി വന്നില്ലല്ലോ, അദ്ദേഹം കുളിച്ച് വൃത്തിയായിട്ടാ വന്നത്. അപ്പൊ അതിന് സമയം എടുത്തിട്ടുണ്ട്, സമയമെടുത്ത് ചെയ്യാം, അത് വൃത്തിയിൽ ചെയ്യാം. അതുകൊണ്ട് നിങ്ങളിൽ രണ്ട് സ്വഭാവമുണ്ട്, അഷജ്ജ അബ്ദു ഖൈസേ, ആ രണ്ട് സ്വഭാവവും അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമാണ്. അൽ ഹിൽമു വൽ അനാ, പെട്ടെന്ന് ക്ഷുഭിതനാവരുത്, പെട്ടെന്ന് ദേഷ്യം പിടിക്കരുത്, ഒരൽപ്പം ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. പെട്ടെന്ന് ക്ഷോഭിക്കുക, ചില ആൾക്കുണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടും, പിന്നെ അങ്ങ് പൊരുത്തപ്പെടിക്കും, പിന്നെ കുറെ മാപ്പ് പറയാം. അങ്ങനെയൊന്നും വേണ്ട, ആലോചിച്ചിട്ട് പെരുമാറുക. എന്തെങ്കിലും ചിന്തിക്കാണ്ടെങ്കിൽ വിളിച്ചു പറയാ, എന്നിട്ട് മക്കളോടൊക്കെ ഉമ്മ മാപ്പ് പറയാ, പൊന്നാല മക്കളെ ഉമ്മ ഒന്നുമില്ലട്ടോ, ഉമ്മാന്റെ മനസ്സിൽ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർന്നിട്ടുണ്ടാവും, പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇത് മറക്കാൻ പറ്റുമോ? ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ ഇങ്ങനെ ചീത്ത പറയുന്ന എത്ര ഉമ്മാരെ മാപ്പാരുണ്ട്. അതൊരു ദേഷ്യത്തിൽ ഉമ്മ പറഞ്ഞതാണ്, എന്നാലും ഉമ്മാന്റെ മനസ്സിലതൊക്കെ ഉണ്ടല്ലോ എന്നെങ്കിലും ആലോചിച്ചു പോകൂലേ മക്കള്? അങ്ങനെ ചെയ്യരുത്. അൽ ഹിൽം, ക്ഷമയോടുകൂടെ അവധാനതയോടുകൂടെയാണ് കാര്യം ചെയ്യേണ്ടത്. ഒന്ന് ആലോചിക്കുക, ഞാൻ ഈ പറയുമ്പോ കേൾക്കുന്ന മനുഷ്യന് വേദന ഉണ്ടാകുമോ, അവർക്ക് വിഷമുണ്ടാകുമോ, അവരെങ്ങനെയായിരിക്കും ഇത് സ്വീകരിക്കുക? അങ്ങനെ അവധാനതയോടുകൂടെ ചിന്തയോടെ കാര്യം ചെയ്യുന്ന രണ്ട് സ്വഭാവം ഇത് അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമാണ്. അഷജ്ജ എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഹുമാ ഖുലുഖാനി തഖല്ലഖതു ബിഹിമാ അം ജബലനില്ലാഹു അലൈഹിമാ, നബിയേ ഇത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത എന്റെ സ്വഭാവമാണോ, അതല്ല അല്ലാഹു എനിക്ക് തന്ന സ്വഭാവമാണോ? അപ്പൊ പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, ബൽ ജബലകല്ലാഹു അലൈഹിമാ, ഇത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സ്വഭാവമാണ്. അത് കേട്ടപ്പോൾ മഹാനായ സ്വഹാബി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജബലനി അലാ ഖുലുഖൈനി യുഹിബ്ബുഹുമല്ലാഹു വറസൂലുഹു, അല്ലാഹുവേ നീയും നിന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവം എനിക്ക് നൽകിയതിന് റബ്ബേ എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, നിനക്ക് സ്തുതിയാണ് റബ്ബേ, ഞാൻ നിന്നോട് നന്ദി പറയുന്നു. അല്ലാഹു കൊടുക്കുന്ന സ്വഭാവമുണ്ട്, ചില സ്വഭാവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്, ചിലത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, തഖല്ലുഖ് ചെയ്യണം, അതിന് ചില വഴികളുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന് ചില വഴികൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ ചില പ്രാർത്ഥനകളും ചില ദുആകളും ചില സംഭവങ്ങളും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ സംസാരം പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊന്ന് നേരം വൈകുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ പറഞ്ഞൂടെ? ഇൻഷാ അല്ലാഹ് ഒരു മണിക്കൂറൊക്കെ പറയാൻ പറ്റുമോ? ആ 12 മണിയായി പോവും. രായൻകുട്ടിയൊക്കെ ഉണ്ടല്ലോടാ, മാഷാ അല്ലാഹ്. ഞങ്ങളുടെ ദുബൈയിലെ പഴയ സുഹൃത്താണ്, അൽഹംദുലില്ലാഹ് ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം കാണാണ്, അൽഹംദുലില്ലാഹ്. അല്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ജബലനി അലാ ഖുലുഖൈനി യുഹിബ്ബുഹുമല്ലാഹു വറസൂലുഹു, അല്ലാഹും റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവം റബ്ബേ നീ എനിക്ക് നൽകിയല്ലോ, ഞാൻ അതിന് നിന്നോട് നന്ദി പറയുന്നു അല്ലാഹ്. നമുക്ക് ആദ്യമായി ഒരു മുഅ്മിൻ ഉണ്ടാവേണ്ട രണ്ട് സ്വഭാവം ഇത് തന്നെയാണ്. ഒന്ന്, ബ്രെയിൻ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, അവധാനം എടുത്തു ചാടാതിരിക്കുക, പിന്നെ സമയമെടുത്ത് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. അൽ ഹിൽമു വൽ അനാ, ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടോ അത് പെർഫെക്റ്റ് ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഡ്രൈവറാണോ, നന്നായിട്ട് ഡ്രൈവ് ചെയ്യുക, നല്ല ഡ്രൈവിംഗ്. നല്ല കുക്കാണോ, നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യുക. കാർപ്പന്റർ ആണോ, നന്നായിട്ട് പണിയെടുക്കുക, കസാലും ഇരുന്നാൽ പൊളിഞ്ഞു പോകുന്ന കസേരായി പോകരുത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇത് ഭംഗിയായിട്ട് ചെയ്യുക, ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അതിന് സമയമെടുത്താലും കുഴപ്പമില്ല, അവധാനതയോടുകൂടെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട്, നബിയെ ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണോ അതല്ല അല്ലാഹു എനിക്ക് തന്നതാണോ എന്ന് ചോദിച്ചപ്പോ ഈ രണ്ട് സ്വഭാവവും അല്ലാഹു നിങ്ങൾക്ക് നൽകിയതാണ്. അതിനൊരു സ്ഥാനമുണ്ട്. അല്ലാഹു ഒരാൾക്ക് നൽകി, നമ്മൾ ഉണ്ടാക്കിയെടുത്തു, രണ്ട് വ്യത്യാസമല്ലേ? പുണ്യവും മഹത്വവും അല്ലാഹു നൽകുന്നതിന് തന്നെയാണ്. പക്ഷെ ഒരു പക്ഷേ അല്ലാഹു നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം നൽകിയില്ലെങ്കിൽ ആ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ അല്ലാഹുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി ചില പ്രാർത്ഥനകൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ദുആ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കണം ചില പ്രാർത്ഥനകൾ.
മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അവരുടെ മകൻ ദുആ ഇറക്കുന്ന ഒരു ദുആ കേൾക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഗുറഫഹാ വകദാ വകദാ വഅഊദു ബിക മിനൻ നാരി വഅഗ്ലാലിഹാ വസലാസിലിഹാ. മോൻ ദ്വാരക്കാണ്, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു റബ്ബേ. സ്വർഗത്തിലെ മുറികളും അവിടുത്തെ വീടുകളും അവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. നരകത്തിൽ നിന്ന് അതിന്റെ ചങ്ങലകളും അവിടുത്തെ ഭീകരമായ അവസ്ഥകളിൽ നിന്നൊക്കെ. ഇത് കേട്ടപ്പോ സഅദ് റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞു, മോനെ ലഖദ് സഅൽതല്ലാഹ ഖൈറൻ കസീറ. ഒരുപാട് അല്ലാഹുവിനോട് ചോദിച്ചല്ലേ സ്വർഗവും നരകവും ഒക്കെ, പിന്നെ അല്ലാഹുവിനോട് ഒരുപാട് കാവൽ ചോദിച്ചല്ലേ. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, സയകൂനു ഖൗമുൻ യഅതദൂന ഫി ദുആ. ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത ചില ആളുകൾ വരും. ചില ആൾക്കാർക്ക് ദ്വാരക്കൽ എങ്ങനെയാണെന്നറിയില്ല. ചില ദ്വാരക്ക് കിട്ടുമ്പോൾ ഇടങ്ങാറായിപ്പോ, അള്ളാഹു എനിക്ക് പനി തരല്ലേ റബ്ബേ, അള്ളാഹുവെ ഞങ്ങളെ നീ കീറിമുറിക്കുന്ന അസുഖം കൊണ്ട് പരീക്ഷിക്കല്ലേ റബ്ബേ. അങ്ങനൊക്കെ ചോദിക്കുന്നതിന് വിരോധമൊന്നുമില്ല. അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചില അദബുണ്ട്. അള്ളാഹുവേ നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ, അല്ലെങ്കിൽ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ദാരിദ്ര്യം തരല്ലേ, അല്ലെങ്കിൽ അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ അസുഖം തരല്ലേ, ആ അസുഖം തരല്ലേ, അങ്ങനെ തരല്ലേ, ഇങ്ങനെ തരല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോ അള്ളാഹുവിന്റെ ചില ജലാലും അള്ളാഹുവിന്റെ മഹത്വവും നമ്മൾ അവിടെ അള്ളാഹുവിന് വകവെച്ചു കൊടുക്കാതെ പോകുന്നുണ്ടോ എന്നിങ്ങ് തോന്നിപ്പോകും. അള്ളാഹുവേ ദാരിദ്ര്യം വരാതെ കാക്കണേ റബ്ബേ അങ്ങനെ ചോദിക്കുന്നതും, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ദാരിദ്ര്യം തരരുത് റബ്ബേ എന്ന് പറയുന്നതും ആശയം ഒന്നാണ്. പക്ഷെ ചില വാക്കുകളിൽ ചില വ്യത്യാസമുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ, ഞാൻ മരിച്ചാൽ എനിക്ക് ജീവൻ നൽകുന്നത് അള്ളാഹുവാണ്, എനിക്ക് ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ്. എന്നിട്ട് പറഞ്ഞു, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത് അല്ലാഹുവാണ്. അവിടെ എങ്ങനെ പറയാം, എന്നെ അല്ലാഹു രോഗിയാക്കിയാൽ എനിക്ക് രോഗം മാറ്റിത്തരുന്നത് അല്ലാഹുവാണ്. അങ്ങനെ പറഞ്ഞൂടെ? എന്നെ അല്ലാഹു രോഗിയാക്കിയാൽ വഇദാ അംറദനി എന്നാ പറയാ, എന്നെ രോഗിയാക്കിയാൽ എനിക്ക് ശിഫ നൽകുന്നത് അല്ലാഹുവാൻ. അങ്ങനെ പറയാതെ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത്, വഇദാ മരിൽതു, ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. അതിൽ അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു അദബുണ്ട്. അള്ളാഹുവിലേക്ക് അള്ളാഹിനെ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ദ്വാരക്കാൻ പാടില്ല. അങ്ങനെ പറയരുത്. അള്ളാഹു നീയല്ലേ എന്നെ എങ്ങനെ ആക്കിയത്, നീ ഞങ്ങൾ എങ്ങനെ ആക്കിക്കളയല്ലേ റബ്ബേ, ആ രീതിയിൽ പറയാതെ അല്ലാഹുവേ ഞങ്ങൾക്ക് ശിഫ നൽകണേ എന്ന് ദുആ ചെയ്യാം. പടച്ചവനെ ഞങ്ങൾക്ക് പരിപൂർണ്ണ ആഫിയത്ത് നൽകണേ എന്ന് ദുആ ചെയ്യാം. അപകടങ്ങളിൽ നിന്ന് കാവൽ നൽകണേ എന്ന് ദുആ ചെയ്യാം. നീ അങ്ങനെ ആക്കല്ലേ എന്ന് പറയരുത്. നീ അങ്ങനെ അങ്ങനെ ആക്കണ ആളായിട്ട് അള്ളാഹുവിന്റെ ജലാലിനോട് യോജിക്കാത്ത ചില വാക്കുകളായി പോകും. അപ്പൊ ഉസ്താദ്മാര് അത് പറയുമ്പോഴൊക്കെ എങ്ങനെ പറയണ കേൾക്കാം, അറിയില്ല എങ്ങനെയാ പറയേണ്ടത്. അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയരുത്. നീ അങ്ങനെ ആക്കിത്തരല്ലേ, അങ്ങനെ അള്ളാഹു തന്നെയാണ് ഖൈറും ഷർറും നൽകുന്നത്, അള്ളാഹു തന്നെയാണ്, അതൊരു സംശയമല്ല. പക്ഷെ അള്ളാഹുലേക്ക് അത് ചേർത്തി പറയരുത്. ഷർറുകൾ ഖൈറുകൾ അള്ളാഹുലേക്ക് ചേർത്തി പറയും വേണം. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഞാൻ രോഗിയായാൽ, എന്റെ മുമ്പൊക്കെ പറഞ്ഞു, എന്നെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അല്ലാഹുവാൻ, എനിക്ക് ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാൻ എന്ന് പറഞ്ഞു. എനിക്ക് രോഗം വന്നാൽ അല്ലാഹു തന്നെയാണ് ശിഫ നൽകുന്നത്. സത്യത്തിൽ രോഗം നൽകുന്ന അല്ലാഹു തന്നെയല്ലേ. എന്നെ അല്ലാഹു രോഗിയാക്കിയാൽ എന്നെ ശിഫയാക്കുന്നതും അവൻ തന്നെയാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷെ പറയേണ്ടത് എങ്ങനെയാണ്, ഞാൻ രോഗിയായാൽ അല്ലാഹു തന്നെയാണ് എനിക്ക് ശിഫ നൽകുന്നത്. അങ്ങനെ ആവണമെന്നാ ചോദിക്കേണ്ടത്. ശ്രദ്ധിച്ചാൽ മതി. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ഇറക്കാൻ പറഞ്ഞു ചില ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹുവേ ഞാൻ നിന്നോട് എല്ലാ നന്മയും ചോദിക്കുന്നു റബ്ബേ, എനിക്കറിയുന്നതും അറിയാത്തതുമായ ഖൈർ നൽകണേ റബ്ബേ. വഅഊദു ബിക മിനശ് ശർരി കുല്ലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹുവേ കാവൽ നൽകണമേ. അങ്ങനെയാണ് മോനെ ദുആ ചെയ്യേണ്ടത്. അത് എത്ര മനോഹരമായ ദുആയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദുആയാണ്. എനിക്കറിയുന്നതും അറിയാത്തതുമായ ഖൈർ നീ നൽകണമേ, ഞാൻ അറിയുന്നതും അറിയാത്തതുമായ ശർറിൽ നിന്ന് കാവൽ നൽകണമേ. നമ്മുടെ സ്വഭാവ ഗുണങ്ങളെ നന്നായി വരും. നമ്മുടെ ജീവിതം, നമ്മുടെ ചുറ്റുപാടുകള്, നമ്മുടെ പഠനം, നമ്മുടെ ജോലി, നമ്മുടെ ജീവിതം, കുടുംബം, എല്ലാറ്റിലും നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഖൈർ നൽകണമേ. 2 വരെയുള്ളൂ ആ ദുആ. ഒന്ന് ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ ഇന്നി
അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനശ് ശർരി കുല്ലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് പഠിപ്പിക്കുകയാണ്, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യം പറയണമേ. ഫഇന്നഹു മഅൽ ബിർരി, സത്യം നന്മയുടെ കൂടെയാണ് നിൽക്കുക. വഹുമാ ഫിൽ ജന്ന, നന്മയും സത്യവും സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതാണ്. വഇയ്യാകും വൽ കദിബ, നിങ്ങൾ നുണ പറയരുതേ, കളവ് പറയരുതേ. ഫഇന്നഹു മഅൽ ഫുജൂർ, കളവ് കൂടെ നിൽക്കുന്നത് തിന്മയുടെ കൂടെയാണ്. തിന്മയും കളവും വഹുമാ ഫിന്നാർ, അത് രണ്ടും നരകത്തിലേക്കാണ്. വസലുല്ലാഹൽ മുആഫാ, അല്ലാഹുവിനോട് നിങ്ങൾ സുരക്ഷ ചോദിക്കണം, അല്ലാഹുവിനോട് സുരക്ഷ ചോദിക്കണം. തിന്മകളിൽ നിന്ന് രക്ഷ കിട്ടുന്നത്, അപകടങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുന്നത്. ഫഇന്നഹു ലം യുഅത റജുലുൻ ബഅദൽ യഖീനി ഖൈറൻ മിനൽ മുആഫാ, അല്ലാഹുവിനെ സംബന്ധിച്ച ഉറച്ച വിശ്വാസം ഉണ്ടായതിനു ശേഷം ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഖൈർ അൽ മുആഫാ, സുരക്ഷ ലഭിക്കുന്നതാണ്. തിന്മകളിൽ നിന്ന് സുരക്ഷ ലഭിക്കുന്നതാണ് ഖൈർ. ഷർറുകളിൽ നിന്ന്, ആരോഗ്യമില്ലായ്മയിൽ നിന്ന് സുരക്ഷ, എല്ലാറ്റിൽ നിന്നും സുരക്ഷ, അതിനാണ് മുആഫാ എന്ന് പറയാ. അല്ലാഹുവിനോട് മുആഫാത്ത് ചോദിക്കണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് ഒരു സ്വഹാബിയുടെ അരികത്തൂടെ പോകുമ്പോൾ അദ്ദേഹം ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബ്ർ, റബ്ബേ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, സഅൽതല്ലാഹൽ ബലാഅ ഫസ്അലിൽ ആഫിയ, അല്ലാഹുവേ ക്ഷമ നൽകണേ എന്ന് പറയാണ്. ക്ഷമ നൽകണേ എന്ന് പറയുമ്പോ അതിന്റെ പിന്നാലെ ബലാ വരുമെന്നല്ലേ അതിനർത്ഥം. ബലാ വരുമ്പോഴല്ലേ, പരീക്ഷണം വരുമ്പോഴല്ലേ ക്ഷമ ചോദിക്കാം, ക്ഷമ വേണ്ടത്. അപ്പൊ അള്ളാഹിനോട് പരീക്ഷണം ചോദിക്കുന്ന പോലെയാണത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് അള്ളാഹിനോട് ബലാ ചോദിച്ച പോലെയാണ് ഇപ്പൊ കിടക്കുന്നത്. ഫസ്അലിൽ ആഫിയ, അള്ളാഹുവിനോട് ആരോഗ്യം തരാൻ വേണ്ടി ചോദിക്കുന്നേ, അള്ളാഹുവെ ആഫിയത്ത് തരണേ എന്ന് ചോദിക്കണമേ. വേറൊരാളുടെ അടുത്തുകൂടെ നബി തങ്ങൾ നടന്നു പോകുമ്പോൾ അദ്ദേഹം ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക തമാമൻ നിഅമ, അല്ലാഹുവേ നിന്നോട് ഞാൻ നിഅമത്തിന്റെ പൂർത്തീകരണം ചോദിക്കുകയാണ്. തമാമൻ നിഅമ, നിഅമത്ത് പൂർത്തിയാവുക, ആണ്ട് മുഴുവൻ കിട്ടുക. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, വമാ തമാമുൻ നിഅമ, എന്താണ് തമാമുൻ നിഅമ എന്ന് നിങ്ങൾക്കറിയുമോ? നിഅമത്ത് പൂർത്തിയാവുക, മുഴുവൻ അങ്ങോട്ട് കിട്ടുക, ലോകത്തെ എല്ലാ പൈസയും കയ്യിൽ കിട്ടലാണോ ഈ തമാമുൻ നിഅമ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് എന്താ അറിയോ അതിനർത്ഥം എന്താണെന്ന് അറിയുമോ? അദ്ദേഹം പറഞ്ഞു, സഅൽതു വഅന അർജുൽ ഖൈർ, നബിയെ ഞാൻ അങ്ങനെ അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഖൈർ വരട്ടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഖൈർ വരട്ടെ എന്നല്ലാതെ നിഅമത്തിന്റെ തമാം, നിഅമത്തുകളുടെ പൂർത്തീകരണം അതിനർത്ഥമൊന്നും എനിക്ക് അറിയില്ല നബിയെ, ഞാനൊരു നല്ല കാര്യമില്ലേ എന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, തമാമുൻ നിഅമ ചോദിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഒരു നിഅമത്തിന്റെ പൂർത്തീകരണം എന്താണെന്നറിയുമോ? അൽ ഫൗസു മിനന്നാരി വദുഖൂലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതുമാണ് അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. എന്നല്ല ദുനിയാവിൽ കുറെ പൈസ ഉണ്ടാവലല്ല, അനുഗ്രഹം പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ചോദിക്കാം, അതിന് കുഴപ്പമില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്നും നരകത്തിൽ നിന്ന് കാക്കേണമേ എന്നുമാണ് അതിനർത്ഥം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅല്ലിമു മൻ അസ്ലം, ഇസ്ലാം സ്വീകരിച്ചു വരുന്ന പുതു മുസ്ലിമീങ്ങൾക്ക് നിബിധങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹുവേ എനിക്ക് സന്മാർഗം നൽകണേ, വറുസുഖ്നി, എനിക്ക് നീ നൽകണമേ, വആഫിനി, എനിക്ക് ആരോഗ്യം നൽകണേ, വറഹംനി, എനിക്ക് കരുണ നൽകണമേ. ഇത് നബി നിങ്ങൾ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കും. എല്ലാവർക്കും ദുആരക്കാം, പുതു മുസ്ലിമീങ്ങൾക്ക് പ്രത്യേക നബി നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ദുആയാണ്, അല്ലാഹുമ്മ ഹ്ദിനി വറുസുഖ്നി വആഫിനി വറഹംനി. എല്ലാം പെട്ടിട്ടുണ്ട് അതില്. അല്ലാഹുവേ സന്മാർഗം തരണേ, വറുസുഖ്നി, എനിക്ക് നീ ഒരുപാട് നിന്റെ ഔദാര്യം നൽകണമേ, വആഫിനി, ആരോഗ്യം നൽകണേ റബ്ബേ, വറഹംനി, എനിക്ക് റഹ്മത്ത് നൽകണമേ. ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിയുന്ന എത്രയോ ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്, ഈ മഹല്ലിലുണ്ട്. അല്ലാഹുവേ അവർക്ക് ആരോഗ്യം പരിപൂർണമാക്കി കൊടുക്കണേ റബ്ബേ. ശരീരത്തിലെ അവശതകൾക്ക് നീ ശമനം നൽകണേ റബ്ബേ. സംസാര ശക്തിയും നടത്തവും കൈകാലുകൾ അനക്കാനും കഴിയാതെ കിടക്കുന്ന എത്ര രോഗികൾ
രോഗികളുണ്ട് റബ്ബേ, നീ ശിഫ കൊടുക്കണമേ അല്ലാഹ്, സലാമത്ത് നൽകണേ റഹ്മാനേ. ആരോഗ്യത്തെക്കാളും വലിയ നിഅമത്തുണ്ടോ മുഅ്മിനെ? ആരോഗ്യം നമ്മുടെ ശരീരത്തിലും നമ്മുടെ സ്വഭാവത്തിലും കൂടെയാണെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും. ഈ പ്രത്യേകമായൊരു ദുആ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജനങ്ങൾ പൈസ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ, ജനങ്ങൾ സ്വർണവും വെള്ളിയും കാശും ഒരുമിച്ച് കൂട്ടാൻ നടക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കയ്യിൽ വെക്കാൻ പറ്റുന്ന ചിലത് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മുടെ ഭൂമിയെ ആകാശ ലോകവുമായി ബന്ധിപ്പിക്കാൻ. അല്ലാഹുവിന്റെ ദീൻ നമ്മൾ ഈ ലോകത്തിന്റെ ഈ വർണ്ണശബളതയിൽ കുടുങ്ങി നമ്മുടെ പരലോകം മറന്നു പോവാതിരിക്കാൻ, ആകാശലോകവുമായി ഭൂമിയെ ബന്ധിപ്പിക്കാൻ, നമ്മുടെ കൈകളെ സ്വർഗലോകത്തിലേക്ക് ഉയർത്താൻ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദുആകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അത് പഠിച്ചു വെക്കണം. ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എന്റെ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ശദ്ദാദ്, ശദ്ദാദ് ഇബ്നു ഔസേ, ഇദാ റഅയ്ത الناس يكنزون الذهب والفضة, ജനങ്ങൾക്ക് പൈസ ഉണ്ടാവുകയാണെങ്കിൽ ചിലരുടെ ബിസിനസ്സുകൾ ഉഷാറാകും, ചിലത് പൊട്ടിപ്പോകും. നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷെ അള്ളാഹുവിന്റെ ഖലാ മറ്റൊന്നായിരിക്കും. ചില ആളുകൾക്ക് ഒരുപാട് കാശുണ്ടാവും. അപ്പൊ അങ്ങനെ പറയും, എന്താ കാശല്ലേ, 4 മക്കള് 5 മക്കള്, 2 ആള് 1 ആള്, അയാൾക്ക് അവിടെ ജോലി, ഇവിടെ ബിസിനസ്, അവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി. അപ്പൊ മനസ്സിലിങ്ങനെ അസൂയ വരും. അസൂയ വരാതിരിക്കൂല മനുഷ്യന്മാരായ, പക്ഷെ അസൂയ പറയരുത്. അസൂയക്കനുസരിച്ച് ഒന്നും ചെയ്തു പോകാനും പാടില്ല. മനസ്സിൽ അസൂയ വരാതിരിക്കണമെങ്കിൽ നമ്മൾ മലക്കളൊക്കെ ആവേണ്ടി വരും. മനസ്സിനുള്ളിൽ ചെറുതായിട്ടെങ്കിലും ഒരു കുശുമ്പ് വരും. എന്റെ ഒപ്പം പഠിച്ച ആളല്ലേ, എന്റെ നാട്ടുകാരനല്ലേ, അവരൊക്കെ എന്തായിരുന്നു ഒരു അവസ്ഥ, നമ്മുടെ വീട്ടിൽ നിന്നല്ലേ കഞ്ഞി കുടിച്ചു പോയിരുന്നത്, അപ്പൊ അവരൊക്കെ ഏത് അവസ്ഥയിലെത്തി എന്നൊക്കെ പറയില്ലേ ആൾക്കാരെ പറ്റി. ശദ്ദാദേ, ജനങ്ങൾ കാശുണ്ടാക്കുകയാണെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. ജനങ്ങൾ വെള്ളിയും സ്വർണവും ഒരുമിച്ച് കൂട്ടുകയാണെന്ന് കരുതി ശദ്ദാദേ നിങ്ങളുടെ കൈകളിൽ വെക്കാൻ ഞാൻ ഈ പഠിപ്പിച്ചു തരുന്ന വാക്കുകൾ നിങ്ങൾ സമ്പാദിച്ചേക്കണം. ജനങ്ങൾ കാശുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വാക്കുകൾ സമ്പാദിച്ചേക്കണം, നിങ്ങളുടെ സമ്പാദ്യം ഇതാകണം എന്ന് പറഞ്ഞ് എന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നു എന്ന് മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات في الأمر والعزيمة على الرشد وأسألك شكر نعمتك وحسن عبادتك وأسألك قلبا سليما ولسانا صادقا وأسألك من خير ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم إنك أنت علام الغيوب. ഇത് കയ്യിൽ വെച്ചാൽ എത്രയായിരം കോടി കയ്യിലുള്ള മനുഷ്യനെക്കാളും ശദ്ദാദേ നിങ്ങളുടെ കയ്യിലുള്ളതിനാണ് വിലയുള്ളത്. അതുകൊണ്ട് മറന്നു പോകരുത് ശദ്ദാദ് എന്ന് പറഞ്ഞ് എന്നോട് നബി തങ്ങൾ പഠിപ്പിച്ച വാക്കുകളാണ്. ജനങ്ങളുടെ കാശുണ്ടായിട്ട് ആ കാശിലേക്ക് നോക്കിയിട്ട് നീ അസൂയപ്പെടേണ്ട, അതിൽ നോക്കിയിട്ട് സങ്കടപ്പെടുകയും വേണ്ട. അവരതുണ്ടാക്കിക്കോട്ടെ, നിങ്ങൾക്ക് സമ്പാദിക്കാൻ ഞാൻ ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. എന്താണ് ആ വാക്കുകൾ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات في الأمر, അല്ലാഹുവേ ദീനിന്റെ വിഷയത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് നൽകണമേ. ഒരു കാര്യം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മനക്കരുത്തോടുകൂടെ അതിലേക്ക് ഇറങ്ങാനുള്ള മനക്കരുത്ത് തരണേ റബ്ബേ. ഇടറാതിരിക്കാം, വസ്വാസ് വരാതിരിക്കാം. റബ്ബേ, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. നല്ല നിലക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യാനും തൗഫീഖ് നൽകണമേ. നല്ല നിലക്ക് ഇബാദത്ത്, വെറുതെ നിസ്കരിച്ചു പോരല്ല. അല്ലാഹുവേ, ചില റിവായത്തിൽ ഖൽബൻ സാലിമ എന്നുണ്ട്. സലീമ, അല്ലാഹുവേ മോശപ്പെട്ട ചിന്തകളില്ലാത്ത മനസ്സ് നൽകണമേ. മോശപ്പെട്ട ചിന്തകളില്ലാത്ത മനസ്സ്. വഖൽബൻ വലിസാനൻ സ്വാദിഖാ, സത്യം മാത്രം പറയുന്ന നാവ് നൽകണമേ. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം, അല്ലാഹുവേ നിനക്കറിയുന്ന എല്ലാ ഖൈറും എനിക്ക് നൽകണമേ. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, എനിക്കറിയാത്ത എത്രയോ ഷർറുകൾ ഉണ്ടാകാം, നീ കാവൽ നൽകണമേ. വഅസ്തഗ്ഫിറുക ലിമാ തഅലം, ഞാൻ മറന്നുപോയത് എന്നാൽ നീ മറക്കാതിരിക്കുന്ന എത്രയോ എന്റെ തെറ്റുകളുണ്ടല്ലാ, എനിക്ക് മാപ്പ് നൽകണമേ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാം അറിയുന്നവനല്ലയോ റബ്ബേ, എല്ലാം അറിഞ്ഞതും രഹസ്യവും അറിയുന്നവനല്ലയോ അല്ലാ. എന്താണ് ഇതിൽ ഉൾപ്പെടാതെ പോയത്? ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടാതെ പോയത് എന്താ? എല്ലാം ഉണ്ടല്ലേ.
ഒന്ന് ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് നീ നൽകണമേ എന്നതിനർത്ഥം. വൽ അസീമത അലർ റുഷ്ദ് വഅസ്അലുക ശുക്ര നിഅമതിക വഹുസ്ന ഇബാദതിക വഅസ്അലുക ഖൽബൻ സലീമാ വലിസാനൻ സ്വാദിഖാ വഅസ്അലുക മിൻ ഖൈരി ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم إنك أنت علام الغيوب. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയാണ്, ഇത് സമ്പാദിക്കാൻ മറന്നു പോവല്ലേ, ഇത് ചൊല്ലാൻ മറന്നു പോവല്ലേ. ജനങ്ങൾ കാശുണ്ടാക്കിയാൽ എന്താണ്, നിങ്ങൾക്ക് ദാരിദ്ര്യമാണെങ്കിലും ഈ വചനങ്ങൾ കയ്യിലുള്ള കാലത്തോളം നിങ്ങൾ മുതലാളിയാണ്. ഇത് നിങ്ങളുടെ കൈകളിലുണ്ടോ, ജനങ്ങൾ ഇനി എന്ത് കാശുണ്ടാക്കിയാൽ എന്താ, നിങ്ങളോളം അവരുടെ കയ്യിൽ കിട്ടില്ല. അല്ലാഹുവിന്റെ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് നൽകണേ. തന്റെ ഇടത്തോടുകൂടെ മനക്കരുത്തിൽ ജീവിക്കാൻ തൗഫീഖ് തരണേ. നീ തന്ന അനുഗ്രഹങ്ങൾക്ക് അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള കഴിവ്. നല്ല നിലക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, മനോഹരമായ ഇബാദത്ത് എന്ന വാക്കിനർത്ഥം. ഒരു കറയുമില്ലാത്ത ഹൃദയം നൽകണേ. നല്ല സത്യസന്ധമായ നാവ് നൽകണമേ. നീ അറിയുന്ന എല്ലാ ഖൈറും നൽകണേ റബ്ബേ. നീ അറിയുന്ന എല്ലാ ഷർറുകളിൽ നിന്നും കാവൽ നൽകണമേ. നീ അറിയുന്ന എത്രയോ എന്റെ തെറ്റുകൾ, ഒരുപക്ഷേ ഞാൻ പോലും മറന്നുപോയത്, അല്ലാഹുവേ മാപ്പ് നൽകണേ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാം മറഞ്ഞു കിടക്കുന്നതും അറിയുന്നവനല്ലയോ അല്ലാഹ്, എല്ലാം മറഞ്ഞു കിടക്കുന്നതും അറിയുന്നവനല്ല റബ്ബേ, നീ എനിക്ക് മാപ്പ് നൽകണമേ. അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ തേൻകുപ്പി നമ്മുടെ മജ്ലിസ് നൂറിൽ വെച്ച് ദുആ ചെയ്ത് റുഖിയ ചെയ്തതാണ്. എല്ലാവരും വാങ്ങിക്കണേ. ഇവിടെ ഒന്നും വന്നിട്ടില്ലല്ലോ, കൊണ്ടുപോയത് ഉണ്ടോ? ഇൻഷാ അല്ലാ ഒരു നിങ്ങൾ കഴിയുന്ന ഒരു 113 എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്, അതിന് വില പറയല്ല. ഇൻഷാ അല്ലാ പറ്റുന്നവര് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ സംഘാടകരുടെ അടുത്ത് കൊണ്ടുവരെ സമയത്ത് വാങ്ങിക്കണേ. ബിസ്മില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസുണ്ട്. മഹാനായ ഹുസൈൻ ഇബ്നുൽ മുൻദിർ അൽ ഖുസാമി, ഹുസൈൻ ഇബ്നുൽ മുൻദിർ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണിത്. ഹുസൈൻ ഇബ്നുൽ മുൻദിർ അൽ ഖുസാമി, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂൽ നബി തങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ, അദ്ദേഹം എന്ന മുസ്ലിം അല്ല, അവരോടൊരു ചോദ്യം ചോദിച്ചു. കം തഅബുദു ഇലാഹാ, ഹുസൈൻ എന്നവരെ എത്ര പടച്ചവന്മാരുണ്ട് എന്ന് ചോദിച്ചു. എത്ര ദൈവങ്ങളുണ്ട്? അദ്ദേഹം പറഞ്ഞു, സബ്അ, എനിക്ക് 7 ദൈവങ്ങളുണ്ട്. സിത്തത്തും ഫിൽ അർളി വവാഹിദത്തും ഫിസ് സമാ, ഒരു പടച്ചവൻ ആകാശത്തും ബാക്കി 6 ഭൂമിയിലും, അങ്ങനെ 7 ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ജോലിക്ക് പോകുമ്പോൾ ഒരു ദൈവം, യാത്രക്കൊരു ദൈവം, ഭക്ഷണത്തിനൊരു ദൈവം, രാത്രിക്കൊരു ദൈവം, പകലിനൊരു ദൈവം, ഇങ്ങനെ ഓരോന്നിനും ഓരോ ദൈവങ്ങളാണ്. 6 ഭൂമിയിലുണ്ട്, 1 ആകാശത്തുമാണ് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഫഅയ്യുഹും തുഇദ്ദു ലിറഗ്ബതിക വറഹ്ബതിക, അല്ല ഹുസൈനെ, നിങ്ങൾക്ക് വല്ല പേടി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ, ഏത് പടച്ചോനെ നിങ്ങൾ വിളിക്കുക, ഭൂമിയിലുള്ള ആളെയാണോ അല്ല ആകാശത്തുള്ള ആളെയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലദീ ഫിസ് സമാ, അതിനൊക്കെ പറ്റുന്ന ആൾ ആകാശത്തുള്ള ആളാണ്. തങ്ങൾ പറഞ്ഞൊരു കാര്യം, അമാലൗ അസ്ലംത, ഹുസൈനെ, എന്നെങ്കിലും നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോഴൊന്നല്ല, എന്നെങ്കിലും ഇസ്ലാം സ്വീകരിക്കണമെന്ന് തോന്നുകയാണ്